ഗൈസ് 2026 ചെറിയൊരു ഓണം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നേ ദിവസം ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും, ലോകമെമ്പാടും ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ വിധം ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ സൗദി അറേബ്യയിലാണ് ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ ഞങ്ങളെപ്പോലെ തന്നെ നാട്ടിൽ പോകാൻ പറ്റാഞ്ഞ ഒരു 2-3 ഫാമിലി ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളവരായിട്ടുള്ള ചെറിയൊരു ഓണാഘോഷമാണ് ഇത്തവണയുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഇക്കായുടെയും ഫാത്തിയുടെയും വീട്ടിലോട്ടാണ്. അവിടെയാണ് നമ്മുടെ പരിപാടി. അതുപോലെ തന്നെ താഹിറും ഫാമിലിയും അവരും കൂടെ വരും. ഞങ്ങളുടെ 2-3 ഫാമിലി ഉണ്ടായിരുന്നു, അവരൊക്കെ ഓരോ സ്ഥലത്തായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ ഓണാഘോഷം ചെറിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞങ്ങൾ ഇക്കാക്കയുടെയും ഫാത്തിയുടെയൊക്കെ വീട്ടിലെത്തി. അപ്പം താഹിറും ഫാമിലിയും ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെയാണ് ഇനിയിപ്പം ഓണം പരിപാടികൾ സെറ്റ് ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് ഓണം ആഘോഷിക്കുന്നവരുണ്ട്. ബിബിയുടെ ഫസ്റ്റ് ഓണമാണ്. ഞങ്ങൾ വന്നപ്പോൾ ഫാത്തിയുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനിയും സദ്യ കഴിക്കാൻ പോവാണ്. അപ്പം ഓണത്തിൻ്റെ പ്രധാന വിശേഷം ആയ സദ്യയിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. ആദ്യം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആദ്യം നമ്മൾ സദ്യ കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷമാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പം ഇന്നത്തെ വിഭവങ്ങളൊക്കെ നമ്മുടെ ഫാത്തി നമുക്ക് പരിചയപ്പെടുത്തി തരും, ഓരോന്നിൻ്റെ പേര് പറഞ്ഞിട്ട്. എനിക്ക് എല്ലാത്തിൻ്റെയും പേര് അറിയത്തില്ല, അതുകൊണ്ട് ഫാത്തി എല്ലാത്തിൻ്റെയും പേരൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് ഫാത്തിയുടെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം ഇതിനകത്ത് എല്ലാ ഐറ്റങ്ങളും, ഇത്രയും ഐറ്റങ്ങളാണ് നമ്മൾ സദ്യക്കുള്ളത് മൊത്തത്തിൽ. ബാക്കി നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിൽ കാണാം. നമ്മളാദ്യം കുട്ടികൾക്കുള്ള സദ്യ വിളമ്പുവാണ്. ഉപ്പൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ എല്ലാവരും സദ്യാവട്ടമൊക്കെ ആയിട്ട് ഇരുന്നു അവർ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈസ ഇപ്പൂസേ? എങ്ങനെയുണ്ടടാ? അടിപൊളിയാണോ? ഈസ എങ്ങനെയുണ്ടടാ? നല്ലതാണോ? എങ്ങനെയുണ്ട്? നല്ലതാണോ? കഴിച്ചോ നീയല്ലോ? എല്ലാവർക്കും സദ്യ ഇഷ്ടപ്പെട്ടു. ഇതാണെങ്കിൽ നമുക്ക് വർഷത്തിൽ മാത്രം ഒന്നുള്ളതല്ലേ, ബാക്കി എല്ലാ ദിവസവും ചിക്കനൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇന്നത്തെ ടേസ്റ്റ് കുടിക്കുന്നുണ്ടാവും. ഓണക്കാരൻ ഇങ്ങനെ എല്ലാവരും ഊണൊക്കെ കഴിക്കുന്നത് നോക്കി ഇരിക്കുക. എടാ, നിനക്ക് ചോറുണ്ടല്ലേടാ ചെറുക്കപ്പി? അപ്പോൾ ഇത് ഞങ്ങൾക്ക് കഴിക്കാനുള്ള എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അപ്പം നമ്മൾ സദ്യക്ക് വേണ്ടിയിട്ട് എല്ലാം ഇവിടെ സെറ്റാക്കി. എല്ലാവരുടെയും 6 പേരുണ്ട് ഞങ്ങൾ. അപ്പം 6 പേർക്ക് കൊണ്ടുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സദ്യയുടെ മെയിൻ എന്താ പറയുന്നത്, ഷെഫും നടത്തിപ്പുകാരിയുമായ നമ്മുടെ ഫാത്തി നമുക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഓരോ ഐറ്റവും പരിചയപ്പെടുത്തി തരും. കാരണം നമുക്ക് പലർക്കും പല ഐറ്റത്തിൻ്റെ പേര് നാളൊന്നും അറിയത്തില്ലല്ലോ, നമ്മൾ കഴിക്കുമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഫാത്തി ഓരോന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഫാത്തി ഇങ്ങോട്ട് നോക്ക്. ഫാത്തി ഇവിടെ നിന്ന് ഉപ്പ്, ശർക്കര വരട്ടി, ചിപ്സ്, പഴം, പപ്പടം, പിന്നെ ഇത് പാവയ്ക്ക വറുത്തത്, ഇത് മുളക് കൊണ്ടാട്ടം, ഇത് വെള്ള നാരങ്ങ അച്ചാർ, ഇത് മാങ്ങ അച്ചാർ, ഇത് പുളിയിഞ്ചി, ഇത് ഇഞ്ചിത്തൈര്, ഇത് പച്ചമാങ്ങ കിച്ചടി, ഇത് വെണ്ടയ്ക്ക പച്ചടി, ഇത് വെള്ളരിക്ക പച്ചടി, ബീട്രൂട്ട് പച്ചടി, ഇത് മെഴുക്കുവരട്ടി, അച്ചിങ്ങക്കായും, ക്യാബേജ് തോരൻ, എരിശ്ശേരി, കുറുക്കുകാളൻ, കൂട്ടുകറി, അവിയൽ, മധുരക്കറി, ഇത് സാംചേട്ടൻ സ്പെഷ്യൽ സോയാബീൻ, പൈനാപ്പിൾ പുളിശ്ശേരി, പരിപ്പും നെയ്യും, സാമ്പാർ, പിന്നെ 3 പായസം, സേമിയം, അട, പാലട, പിന്നെ രസമുണ്ട്, സാമ്പാറുണ്ട്. മൊത്തം 31 ഐറ്റം ഉണ്ട്.
അപ്പം 31 ഐറ്റത്തിൻ്റെ സദ്യയാണ് ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. എവിടെയെങ്കിലും കിട്ടുമോ? വാഴയില ഉൾപ്പെടെ 32 ഐറ്റത്തിൻ്റെ സദ്യയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. ലുലുവിലോ അല്ലെങ്കിൽ എവിടെ പോയാലും ഇത്രയും ലാവിഷായിട്ടുള്ള സദ്യ എവിടെയെങ്കിലും കിട്ടുമോ? അപ്പോൾ നമുക്ക് അതെ, സെൽഫ് മെയ്ഡ് സദ്യ. അപ്പം മെയിനായിട്ട് സദ്യ ഒരുക്കിയത് ഫാത്തി. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ചുണ്ടാക്കി, ഞാനും അഖിലയും കൂടെ ചേർന്നുണ്ടാക്കി. അതുപോലെ തന്നെ താഹിറും ഷീനയും കൂടെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി. അങ്ങനെ മിക്സപ്പ് ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇത് സാഹോദര്യവും എന്തായിരുന്നു ബാക്കി ഓണൊക്കെ ആയിരുന്നു, ഓണത്തിൻ്റെ സാഹോദര്യവും പിന്നെ അതെല്ലാം കൂടെ ഉള്ളതാണല്ലോ. അപ്പോൾ ഞങ്ങളിനി സദ്യ കൂടെ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പം ഇന്ന് ഓണമായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ. ഗണപതിക്ക് കൊടുക്കണമെന്നുള്ളതാണല്ലോ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയാനായിട്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇരിക്കാൻ എഴുതി അതിനെ സെറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ സദ്യ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാം. പരിപാടികളുണ്ടോ? ഓണപ്പരിപാടി ഉണ്ടോ? ഓണത്തല്ലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഓണത്തല്ലുണ്ട്. പരിപാടികളൊക്കെ ഷീനയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും തുടങ്ങി എല്ലാവരും കഴിച്ചോ. എങ്ങനെയുണ്ടല്ലോ? കഴിച്ചോ? ഷീന നോക്കണേ ഇങ്ങോട്ടൊന്ന് പറയാന്നിട്ട് എന്ത് കഴിയുന്ന നില കണ്ടു കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ ഞാനിവിടെ കഴിക്കാം. അതെ, ഏകദേശം സമയം ഏകദേശം 3:15 എന്നാലും കുഴപ്പമില്ല. എല്ലാം സെറ്റ് ചെയ്തു, പിള്ളേരും ഒക്കെ കഴിച്ചു. എല്ലാവരും അടിപൊളിയായിട്ട് ഇനിയിപ്പോൾ ഞങ്ങളോട് കഴിക്കാൻ പോകട്ടോ. ഇക്ക സദ്യ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇക്ക എങ്ങനെ ഉണ്ടായിരുന്നു സദ്യയൊക്കെ? എന്നാക്കിയത്? അടിപൊളി ആണോ? 2 പായസം കഴിച്ചു. മൂന്നാമത്തെ കഴിച്ചില്ലേ? മൂന്നാമത്തെ വരാൻ പോണല്ലോ. സേമിയ അത് ലാസ്റ്റ് കഴിക്കാൻ. സേമിയ കൂടെ കഴിക്കണം. സേമിയം കഴിക്കും, വയറില്ലാത്തതുകൊണ്ട്. ഓക്കെ, തായർ എഴുന്നേറ്റ് കൊച്ചിനെ കൈമാറിയിട്ടുണ്ട്. തായർ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സൂപ്പർ ഫുഡ്. അതിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ പാത്തി ഉണ്ടാക്കി ഞാൻ ആയോണ്ടാ ചോദിക്കുന്നത്. പറയാ ഷീന എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കേട്ടില്ല, ഒന്നുകൂടെ പറ. സോയാബീൻ ഞാൻ ഉണ്ടാക്കിയോണ്ടാണ് സൂപ്പർ സൂപ്പർ പിന്നെയും പറഞ്ഞു. നമ്മൾ വെജിറ്റബിളിനകത്ത് കക്കാർച്ചിയുടെ ഫീലോടെ വെച്ചതാ. അപ്പം ഓണമായിട്ട് നല്ലൊരു സദ്യ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ സദ്യ ആയിരുന്നു. ഇനിയിപ്പോൾ നീണ്ട നിവർന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ചിന്ത. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ട്. നല്ല ക്ഷീണമുണ്ട്. കാരണം ഇത്രയും ഇല്ല, എന്നാലും നോൺ വെജ് കഴിച്ചാൽ ഇത്രയും വിഷമം വരത്തില്ല. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീണം വരും. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? എനിക്ക് ഇവിടെ പല അഭിപ്രായങ്ങളാണ്. പായസത്തിൻ്റെയാണ് എനിക്കൊന്ന് പാർട്ടി പറയുന്നു. അതല്ലേലും ഉറങ്ങും. ഇക്ക പിന്നെ അങ്ങനെയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കിടക്ക കണ്ടാൽ അപ്പം ഉറങ്ങുന്ന ആളാണ്. കിടക്കാൻ വേണ്ട, എവിടെയെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഉറങ്ങിക്കളയും. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇത്തവണത്തെ ഓണവും കാര്യങ്ങളും. ഇനിയിപ്പോൾ ഓണസദ്യ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടികളുണ്ടോ?